ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇടപെടൽ തുടരും. പ്രതിസന്ധിക്ക് കാരണം വ്യക്തമാക്കുന്ന വിവരങ്ങളുമായി ഹാജരാകാൻ ഇൻഡിഗോ സിഇഒയ്ക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇന്ന് വിമാന സർവീസുകൾ മുടങ്ങും. വിനീത വിജയ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, യഥാർത്ഥത്തിൽ ക്യാൻസൽ ചെയ്യുന്ന വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ, അതോ ഇന്നും അതുപോലെ തന്നെ കൂടുതൽ വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെടും? കാര്യം ഒരുപാട് യാത്രക്കാർ പല വിമാനത്താവളങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ ക്യാൻസൽ ചെയ്യുന്ന റദ്ദാക്കുന്ന വിമാനങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഒരു കുറവ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്ഥിതിഗതികൾ സുസ്ഥിരമാണെന്നും സാധാരണ നിലയിലേക്ക് എത്തിയെന്നുമാണ് ഇൻഡിഗോ അറിയിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുള്ള ഈ വിമാന സർവീസുകളൊക്കെ തന്നെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വ്യോമയാന മന്ത്രാലയം നേരിട്ട് ഇടപെടൽ നടത്തുകയാണ്. നേരത്തെ തന്നെ ഇതിനായി പ്രത്യേക ഒരു ടീമിനെ രൂപീകരിക്കുകയും ഈ ഉദ്യോഗസ്ഥർ ഈ പ്രശ്നം നേരിടുന്ന വിമാനത്താവളങ്ങളിലേക്കൊക്കെ എത്തിക്കുകയും അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ഏതെങ്കിലും തരത്തിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഥിതിഗതികൾ അവിടെ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ പരിഹാരം കാണണമെന്നും വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഇൻഡിഗോയുടെ ഈ ശീതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവീസുകളിൽ 10% വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസവും ഈ സിഇഒയുമായി വ്യോമയാന മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആളുകൾക്ക് നൽകാനുള്ള റീഫണ്ടുകൾ, യാത്രക്കാർക്ക് നൽകാനുള്ള റീഫണ്ടുകൾ എത്രയും വേഗം നൽകണമെന്നും ബാഗേജുകൾ ഇനി പെൻഡിംഗ് ഉള്ളത് വളരെ വേഗത്തിൽ അവരുടെ പക്കൽ എത്തിച്ചു നൽകണമെന്നും ഒക്കെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഇൻഡിഗോയുടെ ഇന്ന് വീണ്ടും ഈ പ്രതിസന്ധി തുടരുന്ന ഘട്ടത്തിൽ ഇന്നും ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഇൻഡിഗോ സിഇഒയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം അതെന്താണ് എന്നുള്ളത് വളരെ വിശദമായി തന്നെ അറിയിക്കണമെന്നാണ് വ്യോമയാന മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അവർ പറയുന്നത് ഈ പെട്ടെന്നുണ്ടായ ഈ വലിയ തിരക്കും ഒപ്പം തന്നെ ഈ വ്യോമയാന മന്ത്രാലയത്തിന്റെ നിയമങ്ങളും ഒക്കെ തന്നെ ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ഒക്കെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് കൂടുതൽ സമയം നൽകിയ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് ഇൻഡിഗോ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്. താങ്ക് യു വിനീത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.